1974 ആരംഭിച്ച സപ്ലൈകോ ഇപ്പോൾ അതിൻ്റെ 50-ാം വാർഷികം, അതായത് ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുകയാണ്. ആ സാഹചര്യത്തിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ രീതി ഓർക്കുമ്പോൾ കുമാരനാശാൻ്റെ വീണപൂവിലെ കവിതയാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരിക. ആ കവിത നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും. ഹാ പുഷ്പമേ അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നൊരു രാജ്ഞി കണക്കയേ നീ. അതായത് വീണപൂവിനോടാണ് കുമാരനാശാൻ പറയുന്നത് ഇങ്ങനെ, രാജ്ഞിയെ പോലെ ശോഭിച്ചിരുന്ന നീ. അങ്ങനെ തന്നെയാണ് ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളെ ഓർക്കുമ്പോൾ നമുക്ക് പറയാൻ തോന്നുക. 1974 സാധാരണക്കാർക്ക് വലിയ പ്രത്യാശ നൽകിക്കൊണ്ടാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഇങ്ങനെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ തുടങ്ങുന്നത്. ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് നല്ല ഒന്നാന്തരം ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക്, എന്ന് വെച്ചാൽ ന്യായമായ വിലയ്ക്ക് ആർക്കും വാങ്ങാമായിരുന്നു. അത് അന്ന് ഇങ്ങനെ രണ്ട് കാർഡുകാർക്ക് മാത്രമേ, റേഷൻ കാർഡുകാർക്ക് മാത്രം, 2 തരം നിറമുള്ള കാർഡുകാർക്ക് മാത്രം എന്നൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും സപ്ലൈകോയിൽ നിന്ന് ഇതൊക്കെ വാങ്ങാൻ പറ്റുമായിരുന്നു. അങ്ങനെയുള്ള ഒരു കാലത്തിൽ നിന്നാണ് ഇന്നത്തെ ഈ രജത ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ ഏത് തരത്തിലുള്ള സപ്ലൈകോയെ കാണുക? സപ്ലൈകോയുടെ റാക്കുകളൊക്കെ കാലിയാണ്. 2016 LDF ഗവൺമെന്റ് ഭരണത്തിൽ വന്നപ്പോഴും 2021 വീണ്ടും 2ാം തവണ ഭരണത്തിൽ വന്നപ്പോഴും 13 ഉൽപ്പന്നങ്ങൾ വില, അതായത് നിത്യോപയോഗ സാധനങ്ങൾ 13 ഇനങ്ങൾ വില കൂട്ടാതെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി നൽകുമെന്ന വാഗ്ദാനം, അത് ഇലക്ഷൻ വാഗ്ദാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്ന് അത് 2021 ഭരണത്തിൽ വരുമ്പോഴാണ് 1600 രൂപയിൽ നിന്ന് 2500 രൂപയാക്കി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നും കൂടി വാഗ്ദാനമുണ്ടായിരുന്നു. അത് നടപ്പാക്കിയില്ല. അത് പോകട്ടെ, ഇപ്പോൾ ക്ഷേമ പെൻഷൻ തന്നെ 6 ഗഡുക്കൾ കുടിശ്ശികയാണ്. അതിലൊന്ന് അടുത്ത ദിവസം കൊടുക്കാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ അത് കൊടുക്കാതെ അത് കുടിശ്ശികയായിട്ട് കിടക്കുന്ന സമയത്താണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ 13 ഉൽപ്പന്നങ്ങൾ മിതമായ വിലയ്ക്ക് എന്ന് പറഞ്ഞു. അത് മിതമായ വിലയ്ക്കും ലഭ്യമല്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. അതായത് കഴിഞ്ഞ ഓണം പ്രമാണിച്ച് കഷ്ടിച്ച് ഈ 13 ഐറ്റങ്ങളിൽ എന്നിട്ടും എല്ലാം കിട്ടിയില്ല. കഴിഞ്ഞ ഓണത്തിന് ഒട്ടുമിക്ക ഐറ്റങ്ങളും വളരെ ബുദ്ധിമുട്ടി കുറേശ്ശെ, അതായത് ആര് ചെന്നാലും 13 ഐറ്റങ്ങളും ആർക്കും കിട്ടില്ല. അതായത് എപ്പോഴും ഏതെങ്കിലും ഒക്കെ ഐറ്റങ്ങൾ കുറവായിരുന്നു. ആ സാഹചര്യം ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും, ഓണമൊക്കെ കഴിഞ്ഞ് ഒരു തരത്തില് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സപ്ലൈകോ തന്നെ അടച്ചു പൂട്ടണം എന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ എത്തിയപ്പോഴാണ് ഏതാനും ഈ 13 ഐറ്റത്തിൽ ഏതാനും ഐറ്റങ്ങൾ വില കിഴിവിന്റെ ലിസ്റ്റിൽ നിന്ന് എടുത്തു മാറ്റി. പിന്നെ ഉണ്ടായിരുന്ന ആ ഐറ്റങ്ങളുടെ ഒക്കെ വില വർധനവ്, അതായത് വിപണിക്ക് അനുസൃതമായ രീതിയിൽ അവയുടെയൊക്കെ വില വർദ്ധിപ്പിക്കാൻ വിട്ടു. അത് കഴിഞ്ഞ് ബാക്കി ഉണ്ടായിരുന്ന ഏതാനും ഐറ്റങ്ങളാണ് വില കുറച്ച് വീണ്ടും കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതുപോലും ഈ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമല്ലാത്ത ഒരവസ്ഥയാണ്. ഇനി അഥവാ ഔട്ട്ലെറ്റുകൾ ലഭ്യമാണെങ്കിലോ അതിൻ്റെ ഗുണനിലവാരത്തെ പറ്റി ഫുഡ് സ്റ്റാൻഡേർഡ്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഗുണനിലവാരമുണ്ട് എന്ന് ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചെറുപയർ വാങ്ങുക, സപ്ലൈകോയിൽ നിന്ന് ചെറുപയർ വാങ്ങുക, അല്ലെങ്കിൽ റേഷൻ കടയിൽ നിന്നുള്ള കിട്ടുന്ന ചെറുപയറാകട്ടെ, കൊണ്ടുവന്ന് കഴുകാനായിട്ട് വെള്ളത്തിലിടുക. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന ചെറുപയറിൽ അഴുക്കിൻ്റെ അംശം പോലും ഇല്ലാത്ത നല്ല കണ്ണീര് പോലത്തെ വെള്ളമായിരിക്കും കഴുകി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. മറിച്ച് സപ്ലൈകോയിലെ ചെറുപയറോ റേഷൻ കടയിലെ ചെറുപയറോ ആണെങ്കിൽ ആദ്യം കഴുകുമ്പോൾ നമുക്ക് മനം പുരട്ടും. അത് കഴിഞ്ഞ് പിന്നെ കഴുകി ആ വെള്ളം കുഴപ്പമില്ലാതെയാകും. പക്ഷേ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? സപ്ലൈകോ സപ്ലൈ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം
അഷ്വേർഡ് അല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഉൽപ്പന്നങ്ങൾ സപ്ലൈകോ വഴി കൊടുക്കേണ്ടി വരുന്നത്? കാരണം വലിയ കുടിശ്ശികയാണ് കോൺട്രാക്ടേഴ്സിന് കൊടുക്കാനുള്ളത്. കോടിക്കണക്കിന് കുടിശ്ശിക കൊടുക്കാനുള്ള കോൺട്രാക്ടേഴ്സിനോട് ഏറ്റവും നല്ല ഉൽപ്പന്നം തന്നെ തരണം എന്ന് പറയാൻ ഈ സപ്ലൈകോ അധികൃതർക്ക് അല്ലെങ്കിൽ ഗവൺമെന്റിനോ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ടല്ലോ, അതായത് ബെഗേഴ്സ് ഹാവ് നോ ചോയ്സ് ഓർ ബെഗേഴ്സ് ആർ കനോട്ട് ബി ചൂസേഴ്സ് എന്ന്. അതായത് ഭിക്ഷാടനം നടക്കുന്നവര് എനിക്ക് ഇന്ന ക്വാളിറ്റിയിൽ തന്നെ വേണം ഭിക്ഷ എന്ന് ആവശ്യപ്പെടാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ സപ്ലൈകോകളുടെ അവസ്ഥ. അതായത് കുടിശ്ശിക കൊടുക്കാനുള്ളപ്പോഴാണ് എങ്ങനെയെങ്കിലും സപ്ലൈകോയിലേക്ക് കുറെ ഉൽപ്പന്നങ്ങൾ കിട്ടാനുള്ള ശ്രമം നടത്തുന്നത്. അപ്പം എവിടെയും ചെലവാകാത്ത ഉൽപ്പന്നങ്ങളാകാം അവർ സപ്ലൈകോ വഴി കേരളത്തിൽ ഡംപ് ചെയ്യാൻ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഈ പറയപ്പെട്ട ക്വാളിറ്റിയിലെ വ്യത്യാസം ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ സാധാരണക്കാരുടെ ആരോഗ്യം അഷ്വർ ചെയ്യേണ്ട, നമുക്കറിയാം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കേരളം 1-ാം സ്ഥാനത്താണ് എന്ന് പുരയ്ക്കു മുകളിൽ കയറിയിരുന്ന് പറയുന്നവരാണ് നമ്മുടെ ഭരണകർത്താക്കളൊക്കെ. അപ്പൊ അങ്ങനെ പറയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ എന്തുകൂടി വേണം? അതിന് സഹായകമായ രീതിയിൽ അവർക്ക് ഈ 13 ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ ഫുഡ് സ്റ്റാൻഡേർഡ്സിന്റെ സ്റ്റാൻഡേർഡ്സ് വച്ചുകൊണ്ട് തന്നെ കൊടുക്കാൻ കഴിയണം. അങ്ങനെ വിചാരിച്ചിട്ട് വേണം ഈ അതായത് നമ്മുടെ സിവിൽ സപ്ലൈസിനെയും അതുപോലെ സപ്ലൈകോയെയും മാനേജ് ചെയ്യേണ്ടത് അങ്ങനെ തന്നെ വിചാരിച്ചിട്ടായിരിക്കണം. 1-ാം പ്രയോറിറ്റി, അതായത് സപ്ലൈകോയുടെ കാര്യം ചിന്തിക്കുമ്പോൾ പാവപ്പെട്ടവരുടെ ശരാശരിയിലും താണ വരുമാനമുള്ളവരുടെ മുഖമായിരിക്കണം ഗവൺമെന്റിന്റെ മുൻപിൽ ഉണ്ടാവുക. അങ്ങനെ അവരെ സംരക്ഷിക്കുക, അവർക്ക് ഉയർന്ന ജീവിത നിലവാരം ഉറപ്പുവരുത്തുക, ഗുണമേന്മയുള്ള ഭക്ഷണം ഉറപ്പുവരുത്തുക എന്ന് കരുതിക്കൊണ്ട് തന്നെയായിരിക്കണം അവരുടെ കുടിശ്ശിക തീർത്തു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്കറിയാം നെല്ല് സംഭരിക്കുന്നതിലൊക്കെയുള്ള കാലതാമസവും കർഷകരുടെ കണ്ണീരും കർഷകരുടെ ആത്മഹത്യയും ഒക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ അതൊക്കെ കാണിക്കുന്നത് ഈ ഇങ്ങനെയുള്ളവരുടെ കാർഷിക മേഖലയോട് തന്നെ ഒരു ചിറ്റമ്മ നയമാണ് ഗവൺമെന്റിനുള്ളത്. അതുപോലെ തന്നെ സപ്ലൈകോയോടും ഒരു ചിറ്റമ്മ നയമാണ് ഉള്ളത്. ഈ പാവപ്പെട്ടവർക്ക് ഇതൊന്നും കിട്ടിയില്ല, ഗുണനിലവാരം തീർത്തു കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ടാണ് ഇത്ര മോശമായ ഉൽപ്പന്നങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റ് വഴി കൊടുക്കുന്നത്. അപ്പോൾ ഈ രജത ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ സപ്ലൈകോയെ ഒരു ചിറ്റമ്മ നയം കാണിക്കാതെ തന്നെ ഏറ്റവും, അതായത് ഒരു ഗവൺമെന്റിന്റെ, ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ, പ്രത്യേകിച്ചും LDF ഗവൺമെന്റ് ആണെന്ന് കൂടി ഓർക്കണം. അതായത് സാധാരണക്കാരുടെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് അവരുടെ മുൻഗണന അവർക്ക് തന്നെ കൊടുത്തുകൊണ്ടുള്ളതായിരിക്കണം ഈ സപ്ലൈകോയെ മാനേജ് ചെയ്യുന്ന സമ്പ്രദായം ഇനി അങ്ങോട്ടുള്ള കാലത്തെങ്കിലും. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് ഈ വീണ പൂവിനോട് ഉപമിക്കേണ്ടി വന്നത്, സപ്ലൈകോയെ എനിക്ക് വീണ പൂവിനോട് ഉപമിക്കേണ്ടി വന്നത്. സപ്ലൈകോ വഴി ഈ 13 ഉൽപ്പന്നങ്ങൾ സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. ആ സാഹചര്യത്തിലാണ് നമ്മൾ ഇവിടുത്തെ വിലക്കയറ്റത്തെ പറ്റി ആലോചിക്കേണ്ടത്. വിലക്കയറ്റം ഉയർന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാല് എങ്ങനെയാ പറയേണ്ടത്? അതായത് 4.83 ഉപഭോക്തൃ വില നിലവാരം റിസർവ് ബാങ്കിന്റെ പഠനമനുസരിച്ചും സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ പഠനമനുസരിച്ചും ഓൾ ഇന്ത്യ തലത്തിലെ ഉപഭോക്തൃ വില നിലവാരം 4.83%. അതേ സമയത്ത് കേരളത്തിൽ അത് 5.47%. ഇനി അത് ഉപഭോക്തൃ വില നിലവാരം ഒന്നിച്ചെടുത്താലാണ്. ഭക്ഷ്യവില നിലവാരം അതിൽ നിന്ന് വേറിട്ടിങ്ങെടുക്കുക, ഭക്ഷ്യവില നിലവാരം വേറിട്ടെടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ഭക്ഷ്യവില നിലവാരം 8.73%. അപ്പൊ നമ്മൾ ഓർക്കണം, കോവിഡ് കാലത്ത് മോണിറ്ററി പോളിസി കമ്മിറ്റി ഉപഭോക്തൃ വില നിലവാരം 4%-നും 6%-നും ഇടയ്ക്ക് പിടിച്ചു നിർത്തുക, അതിന് മുകളിലേക്ക് പോകാതെ പിടിച്ചു നിർത്തുക. അതിനു വേണ്ടിയാണ് റീപ്പോ റേറ്റ് താഴ്ത്തി തന്നെ വെച്ചിരുന്നത്. ഇപ്പൊ ഏതാനും ഒരു വർഷത്തോളമായിട്ട് റീപ്പോ റേറ്റ് വർദ്ധിപ്പിക്കാതെ 6.5% തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ റീപ്പോ റേറ്റ് വർദ്ധിപ്പിക്കാതെ നിലനിർത്തിയിട്ട് പോലും
ഉപഭോക്തൃ വില നിലവാരം ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷ്യവില, കേരളത്തിന്റെ ഭക്ഷ്യവില 8.73% എത്തി നിൽക്കുകയാണ്. അങ്ങനെ എത്തി നിൽക്കുന്നു എന്ന് പറയുന്നത് ശരാശരി വിലയാണ്. ഇപ്പൊ നമുക്കറിയാം മുരിങ്ങക്കായുടെ വില 250 രൂപയാണ് ഒരു കിലോയ്ക്ക്. അതുപോലെ തക്കാളിയുടെ വിലയും വളരെ ഉയർന്നു നിൽക്കുകയാണ്. അത് 8.73%-ത്തിലൊക്കെ വളരെ വളരെ ഉയർന്നു നിൽക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് ഈ മുരിങ്ങക്കായുടെ പ്രസക്തി എന്താണ്? ചുമ്മാ ഒന്ന് ആലോചിച്ചു നോക്കുക. സ്വാമിനാഥൻ എം എസ് സ്വാമിനാഥനെ അറിയാത്തവരില്ല. മലയാളിയുടെ ഹൃദയമാണ് അദ്ദേഹം. കാർഷിക വിദഗ്ധനായിരുന്നു. അദ്ദേഹം ഒരുപാട് അന്താരാഷ്ട്ര അവാർഡുകൾ വാങ്ങിച്ചു. മരണശേഷം ഇപ്പോൾ ഭാരതരത്നയും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ എന്താണ് കാർഷിക മേഖലയെ പറ്റിയുള്ള പഠനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്, ചെറുധാന്യങ്ങളും മുരിങ്ങക്ക ഇത്രയും ഉണ്ടെങ്കിൽ ജീവിതം, അതായത് മനുഷ്യന്റെ ആരോഗ്യം മനുഷ്യന്റെ ജീവിതം പോഷക സമൃദ്ധമായി, ഭക്ഷണം പോഷക സമൃദ്ധമായി എന്നാണ്. അത്രയ്ക്കും ഉന്നത ഗുണനിലവാരമുള്ള ഒന്നാണ് മുരിങ്ങ ആസ് സച്ച്. അങ്ങനെയാണ് സ്വാമിനാഥൻ പറഞ്ഞിരിക്കുന്നത്. അത് സ്വാമിനാഥന്റെ ഗ്രന്ഥങ്ങളിലൂടെ കടന്നുപോയാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ആ മുരിങ്ങക്കായ്ക്കാണ് ഇപ്പൊ 250 രൂപ വിലയായിരിക്കുന്നു. സാമ്പാർ മുരിങ്ങക്കായ ഇടാതെ ആലോചിക്കാൻ പറ്റുമോ? ഒരുപാട് വെജിറ്റബിൾ കറികൾ, മിക്സ് ആയിട്ടുള്ള കറികൾ ഏതെടുത്താലും അതിലൊക്കെ അകമ്പടി സേവിക്കത്തക്ക രീതിയിൽ മുരിങ്ങക്കായ ഉണ്ട്. അങ്ങനെയുള്ള ആ മുരിങ്ങക്കായ 250 രൂപയിൽ നിൽക്കുകയാണ്. തക്കാളി 300 രൂപയിലൊക്കെ എടുത്ത് നിൽക്കുകയാണ്. ആ തരത്തിലാവുമ്പോൾ സാധാരണക്കാരെന്നല്ല, ഒരു സാമാന്യ പണക്കാരായിട്ടുള്ളവർ പോലും ഇത്തരം ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യ രീതിയിൽ നിന്ന് മാറ്റി നിർത്തും. അതാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഉയർന്ന ഭക്ഷ്യവില, ആ ഭക്ഷ്യവില അത്ര ഉയർന്നു നിൽക്കുമ്പോഴാണ് സപ്ലൈകോ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ 13 ഇനങ്ങൾ പോലും സപ്ലൈകോ വഴി തരാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് ഈ സർക്കാർ എത്തുമ്പോഴും സർക്കാരിന്റെ മുൻഗണന എവിടെയാണ്? സർക്കാർ കൊടുക്കേണ്ട മുൻഗണന ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ നോക്ക്. മെഡിക്കൽ കോളേജിന് മുൻഗണന കൊടുക്കുന്നില്ല. അതായത് മെഡിക്കൽ കോളേജില് ഇപ്പോ ഈ എന്താണ് പറയാ, ആൻജിയോപ്ലാസ്റ്റി തൊട്ടുള്ള എല്ലാ ശസ്ത്രക്രിയകളും 2-3 മാസമായിട്ട് മുടങ്ങിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ കാരുണ്യ ലോട്ടറി വഴിയായിട്ട് സംഭരിച്ച പണം കൊടുത്തിരുന്ന സ്വകാര്യ ആശുപത്രികൾ ഇപ്പൊ ആ പദ്ധതിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് പദ്ധതിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്? അവർക്ക് കൊടുക്കേണ്ട കുടിശ്ശിക കൊടുത്തു തീർത്തിട്ടില്ല. അങ്ങനെ കൊടുത്തു തീർത്തിട്ടില്ല എന്ന് പറയുമ്പോഴും നമ്മൾ ഓർക്കണം, ലോട്ടറി വകയായിട്ട് കിട്ടിയ ഈ വർഷത്തെ, ഈ കഴിഞ്ഞ 2023-24 വരുമാനം എത്രയായിരുന്നു സർക്കാരിന്റെ ഖജനാവിലേക്ക്? 12,686.99 കോടി. 12,686.99 കോടി രൂപ സമാഹരിച്ചു ലോട്ടറി വിൽപ്പനയിലൂടെ തന്നെ. എന്നിട്ടാണ് കാരുണ്യ ആരോഗ്യ പദ്ധതിക്ക് കൊടുക്കേണ്ട, സ്വകാര്യ ആശുപത്രികൾ അതിൽ പങ്കെടുക്കുന്നവർക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കാത്തത്. കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഹൃദയവുമായി ബന്ധപ്പെട്ട രോഗം, അതാണ് ആൻജിയോപ്ലാസ്റ്റി നടക്കുന്നില്ലെന്ന് പറഞ്ഞത്. ഹൃദയവുമായി ബന്ധപ്പെട്ടത്, കിഡ്നിയുമായി ബന്ധപ്പെട്ടത്, ശ്വാസകോശവുമായി ബന്ധപ്പെട്ടത്, ക്യാൻസർ പോലെയുള്ള അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട 5 രോഗങ്ങൾ, വലിയ ചികിത്സ ചെലവുള്ള 5 രോഗങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കാൻ പാവപ്പെട്ടവർക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഈ കാരുണ്യ ആരോഗ്യ പദ്ധതി അവർക്ക് വേണ്ടി നീക്കിവെച്ചത്. അങ്ങനെ ഒരു ലോട്ടറി സിസ്റ്റം തന്നെ 2012 മാണി സാറ് ധനമന്ത്രി ആയിരിക്കുമ്പോൾ UDF ഗവൺമെന്റ് കൊണ്ടുവന്ന്, ആ പദ്ധതിയാണ് ഇപ്പൊ താളം തെറ്റിയിരിക്കുന്നത്. കുടിശ്ശിക കൊടുക്കാത്തത് കൊണ്ട് സ്വകാര്യ ആശുപത്രികളും സ്വകാര്യ മെഡിക്കൽ കോളേജുകളും ഒക്കെ ഈ സ്കീമിൽ നിന്ന് മാറിപ്പോകുന്നു. അപ്പൊ ഇങ്ങനെ ഒന്ന് ആരോഗ്യ മേഖല കുത്തഴിഞ്ഞു കിടക്കുന്നു. ഇനി നമ്മൾ അംഗനവാടി ടീച്ചേഴ്സിന് ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു ഗവൺമെന്റ്, അവിടെ ഒന്നും തീരുന്നില്ല. ഉച്ചകഞ്ഞിക്ക് 8 രൂപ 17 പൈസയാണ് ഉച്ചകഞ്ഞിക്ക് ഒരു കുട്ടിക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അത് ഏത് കുട്ടിക്കാ? അത് പ്രൈമറി സ്കൂളിലെ, ലോവർ പ്രൈമറി അല്ല, പ്രൈമറി സ്കൂളിലെ, അപ്പർ പ്രൈമറി സ്കൂളിലെ കുട്ടികൾക്ക്. അത് 8 രൂപ പറയുക. ഒരു മുട്ടയ്ക്ക് 6 രൂപ വിലയുള്ളപ്പോഴാണ് 8 രൂപ 17 പൈസ. ഇനി എന്നിട്ട് തന്നെയോ ആ പ്രധാന അധ്യാപകരും മറ്റ് ടീച്ചേഴ്സും സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്താണ് ഉച്ചക്കഞ്ഞി കുട്ടികൾക്ക് കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഇവിടെ സപ്ലൈകോ
ശൂന്യമായി കിടക്കുന്നത്. ഇനി സപ്ലൈകോ ശൂന്യമായി കിടന്ന് ഇങ്ങനെ മുരിങ്ങക്കായുടെ വില 250 രൂപയായി, തക്കാളിയുടെ വില 300 രൂപയായി എന്നൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ എന്താ ഈ പൂഴ്ത്തിവയ്പ്പുകാരെ ചങ്ങലക്കിടാനായിട്ട് എന്ത് നടപടിയാണ് ഗവൺമെന്റ് എടുക്കുന്നത്? അതായത് തെക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മഴക്കെടുതിയും കൃഷിനാശവും ഉണ്ടായി എന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, മഴക്കെടുതി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥയുടെ മുന്നറിയിപ്പ് വന്നാൽ മതി, അപ്പോൾ തന്നെ ഇവിടെ പൂഴ്ത്തിവയ്പ്പ് തുടങ്ങും. കാരണം അവർക്കറിയാം ഇന്ന സംസ്ഥാനത്ത് നിന്ന് ഇന്ന ഉൽപ്പന്നമാണ് കേരളത്തിലേക്ക് വരുന്നത്, അതിവിടെ വലിയ തോതിൽ വിറ്റഴിക്കപ്പെടുന്നതാണ്. അരിയാകട്ടെ, പച്ചക്കറികളാകട്ടെ, അങ്ങനെ ഏത് കോഴിയാകട്ടെ, കോഴി വസന്ത, ഇന്നടത്ത് കോഴി വസന്തയുണ്ട് എന്ന് കേട്ടാൽ ഉടനെ കോഴിയിറച്ചിയുടെ വില വർദ്ധിക്കുന്നു. അങ്ങനെ ഏത് ഉൽപ്പന്നത്തിന്റെ വിലയാണെങ്കിലും, എന്തുകൊണ്ടാണ് അങ്ങനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങളുടെ വില ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ ഇടവരുന്നത്? കാരണം നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. നമുക്ക് ആവശ്യമുള്ളതിന്റെ 80-85% ഉൽപ്പന്നങ്ങളും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയാണ് മറ്റ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന്. അപ്പൊ അതുകൊണ്ടാണ് എവിടെയെങ്കിലും മഴക്കെടുതി ഉണ്ടായി എന്ന് കണ്ടാൽ വ്യാപാരി വ്യവസായികൾക്കറിയാം അവിടുന്ന് ഏത് പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. തണ്ണിമത്തനാകാം, അതും അല്ലെങ്കിൽ മറ്റ് സ്പൈസസ്, ഇഞ്ചിയോ അല്ലെങ്കിൽ ഏതും, പച്ചമുളക് തൊട്ട് ഏത് ഉൽപ്പന്നവും അങ്ങനെ വില കൂട്ടി കൊണ്ടുപോകാനായിട്ട് അതിന് എന്താ പറയുക, വില കൂട്ടുന്നതിനുള്ള മാർഗമായിട്ടാണല്ലോ പൂഴ്ത്തിവയ്പ് നടത്തുക. അപ്പൊ പൂഴ്ത്തിവയ്ക്കുന്നത് എവിടെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ഇവർക്കൊക്കെ അറിയാം. സ്ഥിരമായിട്ട് കേരളം ഇത് വർഷങ്ങളോളം, ദശാബ്ദങ്ങളായിട്ട് കേരളം ഈ പൂഴ്ത്തിവയ്പിന്റെ എന്താ പറയാ തിക്തഫലം അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ ഉപഭോക്താക്കൾ. അതുകൊണ്ട് അറിയാം എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പോകേണ്ടത്. പക്ഷെ അതിനൊന്നും ഒരു ശ്രമവും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. എല്ലാം ശരിയാകും, എല്ലാം നേരെയാക്കാം, ഉൽപ്പന്നങ്ങളെല്ലാം ഇന്ന ദിവസം എത്തും എന്നൊക്കെ ഭക്ഷ്യമന്ത്രി തൊട്ട് മുഖ്യമന്ത്രി വരെ എല്ലാവരും വാക്ക് തരും. പക്ഷെ ആ വാക്കൊക്കെ ഒന്നും പാലിക്കപ്പെടാതെ പോവുകയാണ് ചെയ്യുന്നത്. എവിടെ എന്താണ് കുഴപ്പം? ആരാണ് പൂഴ്ത്തിവെക്കുന്നത്? ആരാണ് വിലക്കയറ്റം? അപ്പൊ ഈ പൂഴ്ത്തിവയ്പ്, ഇങ്ങനെയുള്ള വിലക്കയറ്റം ഒക്കെ സ്കൈ റോക്കറ്റിംഗ്, അതായത് വിലക്കയറ്റം ബാണം പോലെയാണ് വിലകൾ കുതിച്ചുയരുന്നത്. ആ സാഹചര്യത്തൊക്കെ ഓർക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ കാര്യം മറക്കരുത്. ഇവിടെ കുട്ടനാട്ടിൽ നെല്ല് ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം? നമുക്ക് തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ ഒക്കെ അരി കൊണ്ടുവന്ന് കൂടെ എന്ന് ചോദിക്കുന്ന വിഡ്ഢികളും മന്ത്രിസഭയിൽ ഉണ്ട് എന്ന് ഓർക്കണം. അത് ഭക്ഷ്യമന്ത്രി അല്ല അങ്ങനെ പറഞ്ഞത്, എങ്കിലും അത്തരം വിഡ്ഢികളും മന്ത്രിസഭയിൽ ഉണ്ട് എന്നതുകൂടി നമ്മൾ ഓർക്കണം. അപ്പൊ അത്തരം ആൾക്കാർ കാണേണ്ടത് ഇതാണ്. അവിടെ മഴ പെയ്താൽ ഇവിടെ കഞ്ഞി കുടിക്കാതിരിക്കണം എന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അപ്പൊ എന്താണ് വേണ്ടത്? സ്വയം പര്യാപ്തതയിലേക്കുള്ള ഒരു 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 ചുവടുവയ്പ് അതിനെ ഒരു ഗവൺമെന്റും തയ്യാറാകുന്നില്ല. കാർഷിക മേഖലയെ എല്ലാ ഗവൺമെന്റുകളും തഴയുകയാണ് ചെയ്യാറുള്ളത്. കാർഷിക മേഖലയ്ക്ക് വേണ്ടി എന്തൊക്കെ പാക്കേജസ് പറഞ്ഞു, ആ പാക്കേജസ് ഒന്നും തന്നെ നടപ്പാക്കുന്നതിൽ ശ്രദ്ധ കാണിക്കാതെയാണ് ഗവൺമെന്റുകൾ മുൻപോട്ട് പോകുന്നത്, പ്രത്യേകിച്ചും LDF ഗവൺമെന്റ്. അപ്പൊ ആ സാഹചര്യം, പക്ഷെ ഇപ്പോ മിസ്റ്റർ അനിൽ ഭക്ഷ്യമന്ത്രി ഏതാനും തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുകയാണ്. അതായത് ഇപ്പൊ ഈ 50ാം ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏതാനും നടപടികളൊക്കെ, ശക്തമായ നടപടികളൊക്കെ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ആ നടപടികൾ എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഒന്നാമത് പറഞ്ഞിരിക്കുന്ന നെല്ല് സംഭരണത്തിന് ആധാറുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നടപടി വരുമെന്നാണ്. അപ്പൊ ഇവിടെ ഇപ്പോ നെല്ല് സംഭരണം, അതായത് സാധാരണ രീതിയിൽ നെല്ല് സംഭരണത്തിന് എന്താ ഇവിടെ കേരളത്തിൽ സംഭവിക്കുക? ഒരിക്കലും സംഭരിച്ച നെല്ല് നേരിട്ട് കർഷകർക്ക് പണം കൊടുത്തല്ല സംഭരിക്കുന്നത്. അവർക്ക് ഒരു എന്താണ് PRS, പാഡി റെസീറ്റ് ഷീറ്റ് എന്നൊരു റെസീറ്റ് കൊടുത്തിട്ട് നെല്ല് സംഭരിക്കുന്നു. ഈ പാഡി റെസീറ്റ് ഷീറ്റും കൊണ്ട് കർഷകര് ബാങ്കുകളിൽ പോയി, അനുവദനീയമായ ബാങ്കുകളിൽ പോയി അവിടെ നിന്ന് ആ പണം വായ്പ എടുക്കുന്നത് പോലെ എടുക്കണം. അതാണ് അവരുടെ ഗതികേട്. അങ്ങനെയാണ് പ്രസാദ് എന്ന് പറഞ്ഞ ഒരു കർഷകൻ കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്തത്. അങ്ങനെ എത്ര കർഷകർ അറിഞ്ഞും അറിയാതെയും ആത്മഹത്യ ചെയ്യുന്നു. അത്തരം അവസ്ഥയാണ്. അപ്പോൾ ഇനി മുതൽ നെല്ല് അതിന്റെ പൈസ ആധാറുമായി ബന്ധിപ്പിച്ച് കൊടുക്കാനുള്ള ഒരു രീതി കൊണ്ടുവരും എന്നാണ് ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്.
ഈ 13 ഇനത്തിന്റെ കാര്യത്തിലും ഇതേ ആധാറുമായിട്ടുള്ള ബന്ധിപ്പിക്കൽ കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഈ 13 ഇനം സപ്ലൈകോയിൽ വന്നാൽ തീർച്ചയായിട്ടും ആധാർ കാർഡുമായിട്ട് ചെല്ലുന്നവർക്കാണ് കിട്ടുക. അതായത് അർഹതയുള്ളവർക്ക് 58 ലക്ഷം പേർക്ക് അത് കൊടുക്കുന്നു എന്നാണ് ഗവൺമെന്റ് അവകാശപ്പെടുന്നത്. അപ്പൊ അത് അവർക്ക് കിട്ടും എന്ന് ഉറപ്പുവരുത്താനുള്ള രീതിയാണിത്. പിന്നെ ഒന്ന്, സപ്ലൈകോ മെഡിമാർട്ട്, അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, മെഡിക്കൽ കോളേജുകളിൽ പോലും മെഡിക്കൽ സ്റ്റോറുകൾ ഇപ്പോ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. കാരണം അവിടെ ഇല്ല. മെഡിക്കൽ സ്റ്റോറുകളിലേക്ക് മരുന്ന് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്ക് ഗവൺമെന്റ് ഒരുപാട് പണം കൊടുക്കാനുണ്ട്, കുടിശ്ശികയാണ്. അതുകൊണ്ട് ഈ മെഡിക്കൽ സ്റ്റോറുകളിലേക്ക്, ഗവൺമെന്റ് മെഡിക്കൽ സ്റ്റോറുകളിലേക്ക് മരുന്ന് സപ്ലൈ ചെയ്യാൻ പോലും കമ്പനികൾ തയ്യാറാകുന്നില്ല. അത്തരം ഒരു കാലഘട്ടത്തിലാണ് ഇത്തരം ഒരു മെഡിമാർട്ട് എന്നും പറഞ്ഞിട്ട് ഒരു ഉറപ്പുമായിട്ട് മന്ത്രി വരുന്നത്. അത് എത്ര വിശ്വസനീയം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഈ മെഡിമാർട്ട്, എന്താണ് മെഡിമാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 10 ശീതീകരിച്ച മെഡിക്കൽ സ്റ്റോറുകൾ കേരളത്തിൽ പല ഇടങ്ങളിലായി തുടങ്ങുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ശീതീകരിച്ച മെഡിക്കൽ സ്റ്റോറുകൾ, അതിനെയാണ് മെഡിമാർട്ട് എന്ന് പറയുന്നത്. അതപ്പോൾ ഈ സപ്ലൈകോയുടെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. തീരുമാനം നടപ്പായാൽ നല്ലത്. ഇനി അതുപോലെ ശബരി ബ്രാൻഡിൽ സൂര്യകാന്തി എണ്ണ, പാമോലിൻ, ഉപ്പ്, പഞ്ചസാര എന്നിവ ലഭ്യമാക്കും. അതായത് ശബരി ബ്രാൻഡിൽ അങ്ങനെ ലഭ്യമാക്കുമെങ്കിൽ അതും നല്ലത് തന്നെയാണ്. ഇനി വേറൊന്ന്, മാനന്തവാടി, വാഗമൺ, കൊല്ലം എന്നിവിടങ്ങളിൽ പുതിയ പെട്രോൾ പമ്പുകൾ, അതായത് സപ്ലൈകോ പെട്രോൾ പമ്പുകൾ, എവിടെയൊക്കെയാണ്? മാനന്തവാടി, വാഗമൺ, കൊല്ലം എന്നിവിടങ്ങളിൽ പുതിയ പെട്രോൾ പമ്പുകൾ സ്ഥാപിക്കും. ഇനി അതുപോലെ തന്നെ വേറൊന്നാണ്, ആലപ്പുഴ ജില്ലാ കോടതി വളപ്പിൽ സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കും. ജില്ലാ കോടതി വളപ്പിൽ സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേക എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്കിലും അത് തുടങ്ങുന്നെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്. ഇനി അടുത്ത വേറൊരെണ്ണം, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഗോഡൌണുകൾ 60% ആധുനികവൽക്കരിക്കും. അതായത് നാഷണൽ ഫുഡ് സേഫ്റ്റി ആക്ട് 2013 UPA ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. അപ്പൊ അതനുസരിച്ചുള്ള ഗോഡൌണുകൾ, അതായത് ഫുഡ് സെക്യൂരിറ്റി ആക്ടിൽ പറയുന്ന ഒന്നും ഇവിടെ കിട്ടുന്നതായിട്ടൊന്നും ഗവൺമെന്റ് പറയാറില്ല, അംഗീകരിക്കാറില്ല. ഫുഡ് സെക്യൂരിറ്റി ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് ഭക്ഷ്യധാന്യങ്ങൾ, 5 തരം പയറുവർഗ്ഗങ്ങൾ, എഡിബിൾ ഓയിൽ എന്നീ സാധനങ്ങളൊക്കെ പ്രയോറിറ്റി അനുസരിച്ച് 68% ജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഭക്ഷ്യസുരക്ഷ ആക്ടില്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സപ്ലൈകോ വഴിയായിട്ട് ഈ പറയപ്പെട്ട 5 തരം പയറുവർഗ്ഗങ്ങളും എഡിബിൾ ഓയിലും പഞ്ചസാരയും അരിയും ഒക്കെ ഈ ഫുഡ് സെക്യൂരിറ്റി ആക്ടിന്റെ രീതിയിൽ തന്നെ വില കുറച്ച് കൊടുക്കാവുന്നതാണ്, റേഷൻ വിലയ്ക്ക് കൊടുക്കാവുന്നതാണ്. അത് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് കേന്ദ്രത്തോടും സംസ്ഥാനത്തോടും ചോദിച്ചു പോവുകയാണ്. എപ്പോഴെങ്കിലും ആലോചനയിൽ വരുന്നെങ്കിൽ ആലോചിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കട്ടെ എന്ന് കരുതിയാണെന്ന് മാത്രം. ഇനി അതുപോലെ മറ്റൊന്ന്, സബ്സിഡി പഞ്ചസാര 3 ആഴ്ചക്കകം, അതായത് സബ്സിഡി റേറ്റിലുള്ള പഞ്ചസാര സപ്ലൈകോ വഴി 3 ആഴ്ചക്കകം ലഭ്യമാക്കുമെന്ന്. അങ്ങനെ പോകുന്നു ഈ അവകാശവാദങ്ങൾ. ഇങ്ങനെ കുറെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുമെന്നാണ് ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ സപ്ലൈകോയെ ഒന്ന് പുനരുദ്ധരിക്കാനായിട്ട്, അതിൻ്റെ 1976 അതിൽ തുടങ്ങിയ കാലത്ത് ഒരു പുഷ്പത്തെ പോലെ ശോഭിച്ചിരുന്ന ആ സപ്ലൈകോയെ അതുപോലെ ഒരു മനോഹര പുഷ്പമാക്കി മാറ്റത്തക്ക രീതിയിൽ മനുഷ്യർക്ക് നല്ല ഉൽപ്പന്നങ്ങൾ കൊടുത്ത് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് സഹായകമാകുന്ന രീതിയിൽ അതിൻ്റെ പ്രവർത്തനം മികവിലേക്ക് കൊണ്ടുപോകാൻ ഇടവരട്ടെ, മന്ത്രിക്ക് അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.